മേരി വർഗീസിന്റെ പ്രതികരണം. വെന്റിലേറ്റർ സപ്പോർട്ടുണ്ട്. ന്യൂറോ സർജൻ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഇപ്പോൾ പറ്റില്ല. മെഡിക്കൽ കാര്യങ്ങളൊക്കെ അവർ ഡോക്ടേഴ്സ് പറയും. കോൺഷ്യസ് ആണോ ഇപ്പോൾ? ഇടയ്ക്ക് കോൺഷ്യസ് ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല. അവർ ന്യൂറോ സർജൻ വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നല്ല മുറിവുണ്ട്, ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതെന്താണ്, ഇന്റേണൽ ആണോ അതോ പുറത്തുള്ളതാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പോൾ? ഉണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്. ഇപ്പം ന്യൂറോ സർജൻ എത്തിയിട്ടുണ്ട്. അല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഒന്നും അറിയില്ല. അതിനെപ്പറ്റി ഒന്നും നമുക്കിപ്പോൾ പറയാനുള്ളതായിട്ടില്ല. അതെ അതെ അതെ. ഇവിടെ വന്നപ്പോൾ കോൺഷ്യസ് ആയിരുന്നു? ഇടയ്ക്ക് കോൺഷ്യസ് ആയി എന്നുള്ളതാണ് അറിഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയും. അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. CT സ്കാൻ എടുത്ത് കഴിഞ്ഞോ ഇപ്പോൾ അകത്ത്? CT സ്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ന്യൂറോ സർജൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാലേ കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. എല്ലാ സംവിധാനങ്ങളും, ഏറ്റവും വിദഗ്ധമായ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും ഡോക്ടർമാരുടെ സേവനവും എല്ലാം റെഡേ മെഡിസിറ്റിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം ഉമാ തോമസിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കുന്നത്. വലിയ തോതിൽ രക്തം വാർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ ദൃക്സാക്ഷികളടക്കം നേരത്തെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. പരിപാടി തുടങ്ങാറായപ്പോഴാണ് MLA എത്തിയത്. മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങിയിരിക്കാനായി പോകുന്ന സമയത്ത് ഗ്യാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീണുകയായിരുന്നു. അവിടെ ഇത്രയധികം 12,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നൃത്ത പരിപാടിയാണ് സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകൾ എത്തുന്നത് കൊണ്ട് ആംബുലൻസ് സേവനം അടക്കം അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റെഡേ മെഡിസിറ്റിയിലേക്ക് ഉമാ തോമസ് MLA കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സന്നദ്ധ പ്രവർത്തകർ ഉടൻ തന്നെ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിരുന്ന ആംബുലൻസിൽ കയറ്റി MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബിനിൽ, ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? മാധു, ഇപ്പോൾ ന്യൂറോ സർജൻ അടക്കം എത്തി ഉമാ തോമസിനെ പരിശോധിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. CT സ്കാൻ റിസൾട്ട് ഡോക്ടർമാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഏത് രീതിയിലുള്ള ചികിത്സകളാണ് തുടർന്ന് നൽകേണ്ടത് എന്നതാണ് ഇപ്പോൾ കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മെഡിക്കൽ ടീമിനെ തന്നെ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം MLAക്ക് ഏറ്റവും വിദഗ്ധമായ ചികിത്സ നൽകും എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. ഇതിൽ ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉമാ തോമസ് ഉള്ളത്. വെന്റിലേറ്ററിന്റെ സഹായം ഉമാ തോമസിന് നൽകുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്കാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത്. കാരണം അത്രയും ഉയരത്തിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തേക്ക് മുഖം അടിച്ച് വീഴുകയാണ് ഉമാ തോമസ് MLA ചെയ്തത്. അതാണ് ഇത്രയും പരിക്ക് ഗുരുതരമാക്കാനുള്ള കാരണം. അത് ബാരിക്കേഡിങ്ങിന്റെ അഭാവം തന്നെയാണ് അവിടെ ഉണ്ടായത്. സുരക്ഷാ വേലി കൃത്യമായിരുന്നില്ല. ഇത്രയധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മന്ത്രിമാരെ അടക്കമുള്ള VIP-മാർ എത്തുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിച്ചത് എങ്ങനെ എന്നതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഗുരുതരമായ പിഴവുകൾ സംഘാടകരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഇത്രയധികം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അവിടെ ഇത്തരം അപകടകരമായ രീതിയിൽ ഒരു സ്റ്റേജ് നിർമ്മിക്കുക, അതിൽ നിന്ന് ഒരു MLA തന്നെ, ഈ മുഖ്യ അതിഥിയായി എത്തിയ ഒരു MLA തന്നെ താഴേക്ക് വീഴുക, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച ഉണ്ടായ ഭാഗം തന്നെയാണ് ഈ പരിക്ക് ഗുരുതരമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തേക്ക് മുഖത്തിന്റെ ഒരു ഭാഗം അടിച്ചാണ് ഉമാ തോമസ് താഴേക്ക് വീണത്. കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ എത്ര പരിപാടികൾ നടക്കുന്നതാണ്. തുടരെ ഈ പറയുന്ന രാഷ്ട്രീയ പരിപാടികളോ അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികളോ ഒക്കെ നടക്കുന്നതാണ്. അവിടെ അപകടകരമായ രീതിയിൽ ഒരു സ്റ്റേജ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നത് പോലും അത്ഭുതമാണ്. മാധു, അത് തന്നെയാണ് പ്രശ്നം. അതായത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കേണ്ട സ്ഥലമല്ല ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അവിടെ ഇത്തരത്തിലുള്ള പരിപാടിക്ക് എങ്ങനെ ഈ വേദി ഒരുക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്നത്, അവിടെ ഈ ഇത്തരത്തിലുള്ള പരിപാടിക്ക് വേണ്ടി സ്റ്റേജ് തയ്യാറാക്കിയത് നിലവിലുള്ള ഗ്യാലറിക്കകത്താണ്. ഗ്യാലറിയിൽ ഉള്ളിൽ പ്രത്യേകമായി ഒരു തട്ടടിച്ചാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെറ്റുണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല. അവിടെ നമുക്ക് മത്സരങ്ങൾ വീക്ഷിക്കാൻ, അതായത് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ അത് വീക്ഷിക്കുന്നതിനുള്ള രീതിയിൽ മാത്രമാണ് സീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ സീറ്റിങ്ങിന് മുകളിൽ മറ്റൊരു തട്ടടിച്ചുകൊണ്ട് ബാരിക്കേഡിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി എങ്ങനെയാണ് ഇത്തരത്തിലൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതും ഇതിൽ കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കേണ്ടതുമൊക്കെയാണ്. കാരണം ജില്ലാ ഭരണകൂടം ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. കാരണം ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് മന്ത്രി P. രാജീവ് ആശുപത്രിയിൽ ബന്ധപ്പെട്ട് MLAയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി
തേടിയിട്ടുണ്ട്. അങ്ങനെ സജി ചെറിയാൻ നേരത്തെ പ്രതികരിക്കുന്നുണ്ടായിരുന്നല്ലോ ബിനിൽ. ഇപ്പോ ആശുപത്രിയുമായി ബന്ധപ്പെടുകയും മറ്റു കാര്യങ്ങൾ അറിയുകയും ചെയ്തതിനു ശേഷം മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ടായോ? മന്ത്രി സജി ചെറിയാൻ ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ADGP ശ്രീജിത്ത് അടക്കമുള്ളവർ ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. അങ്ങനെ പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിയിൽ എറണാകുളം MP ഹൈബി ഈഡൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. ഹൈബി ഈഡനും ഇപ്പോൾ ആശുപത്രിക്കുള്ളിൽ തന്നെയാണുള്ളത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർ, അങ്ങനെ എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും വിദഗ്ധമായ ചികിത്സ MLAക്ക് ഉറപ്പാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും അറിയിച്ചിരിക്കുന്നത്. ബിനിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗ്യാലറിക്ക് മുകളിൽ തന്നെയാണ് ഈ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് എന്ന്. അപകടകരമാണ് എന്ന് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നോ? മാധു, ഇത് സ്റ്റേജ് നമ്മൾ ആ വിഷ്വൽ വരുമ്പോഴാണ് ആ സ്റ്റേജിന്റെ നിർമ്മാണത്തിലെ പാളിച്ച വ്യക്തമാകുന്നത്. കാരണം ആ സ്റ്റേജ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലല്ല. അവിടെ ഈ കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നതിന് മുകളിൽ ഒരു തട്ടടിച്ച് ആ തട്ടിന് മുകളിലാണ് ഈ സ്റ്റേജ് ക്രമീകരിക്കുകയും ഈ VIP-കൾക്ക് ഇരിക്കുന്നതിനുള്ള കസേരകളൊക്കെ നിരത്തുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതിൽ ആരാണ് പരിശോധന നടത്തുകയും ഇതിന് അനുമതി നൽകുകയും ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. കാരണം ഇത്രയധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അതിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം. അക്കാര്യത്തിലൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും ഒക്കെ തന്നെ ഇനി പരിശോധനകൾ നടത്തേണ്ടി വരും. കാരണം വളരെ ഗുരുതരമായ സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുകയും ചെയ്യുന്നത്.